ഹലോ, എല്ലാവർക്കും നമസ്കാരം. മണി ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കാർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത്. വാഹനം വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള. സാധാരണയായിട്ട് നമ്മൾ വാഹനം വാങ്ങിക്കുമ്പം മിക്ക ആളുകളും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനായിട്ട് ചൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നല്ല ശമ്പളമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ EMI ഇട്ടിട്ട് നമുക്ക് വാഹനം വാങ്ങിക്കാൻ സാധിക്കും. ഈ കമ്പനികളൊക്കെയാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ച് സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളാണെങ്കിൽ, അതുമല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാരാണെങ്കിൽ അവരൊക്കെ ലക്ഷറി കാറുകളൊക്കെ ആയിരിക്കും വാങ്ങിക്കുക, അല്ലേ? അങ്ങനെയുള്ള വാഹനങ്ങളായിരിക്കും വാങ്ങിക്കുക. എന്തുകൊണ്ടായിരിക്കും അത്? അവരുടെ സ്റ്റാറ്റസിന് ചേർന്ന്, അതായത് അവർക്ക് സൊസൈറ്റിയിലുള്ള ആ ഒരു സ്ഥാനം അനുസരിച്ച്, അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇടപെടേണ്ട രീതി അനുസരിച്ചായിരിക്കും അവർ അങ്ങനത്തെ വാഹനങ്ങൾ വാങ്ങിക്കുക. ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ബിസിനസ് മീറ്റിങ്ങിന് പോകണം. അപ്പോൾ അത് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ പലതരത്തിലുള്ള ലക്ഷറീസ് കാറുകളൊക്കെ വാങ്ങിക്കും, ക്ലയൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെയുള്ള കാറുകളൊക്കെ അവർ വാങ്ങിക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ഈ കാറ് വാങ്ങിക്കുന്നത് കൊണ്ട് എനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാകും. അവർ അവിടെ പ്രോഫിറ്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പം അവരങ്ങനെ പ്രോഫിറ്റ് നോക്കിയിട്ടാണ് അവർ ലക്ഷറി കാറുകളൊക്കെ വാങ്ങിക്കുന്നത്. കാരണം അവർക്കൊരു ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പം ആ ബിസിനസ്സുകാരുടെ ഇടയിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള വാഹനങ്ങളുമായിട്ടാണ് അവർ ആ മീറ്റിങ്ങിന് പങ്കെടുക്കുക. അതുവഴി അവർക്ക് കിട്ടുന്ന ആ ബിസിനസ്, അപ്പോൾ അവരുടെ ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു ഇമേജ് ഡെവലപ്പ് ചെയ്ത് അവരെ ബിസിനസ് ക്യാച്ച് ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അതിലൊരു നല്ലൊരു വരുമാനം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് അവർ അങ്ങനത്തെ ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ അവർ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നും വരാനില്ല. എന്നാൽ മറിച്ച് സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ വാഹനം വാങ്ങിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്, അവർക്ക് എത്ര സാലറി, അല്ലെങ്കിൽ ഒരു മന്ത്ലി അവർക്ക് എത്രത്തോളം നമുക്ക് മിച്ചം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ അടച്ചു തീർക്കാനുള്ള EMIകൾ എത്രയുണ്ടെന്ന് നോക്കുക. നമുക്കിപ്പോൾ ഒരു പുതിയ കാറ് വാങ്ങിക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് നോക്കുക. ഇനിയും ഇതൊന്നും വേണ്ട, നമുക്ക് കാർ ആവശ്യമാണ്, നമുക്ക് വാങ്ങിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ പുതിയ കാറ് തന്നെ നമ്മൾ വാങ്ങിക്കണോ എന്ന് നോക്കുക. അല്ല, യൂസ്ഡ് കാറ് നമുക്ക് വാങ്ങിക്കണോ? ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കുക. ആ ബഡ്ജറ്റിൽ നമ്മൾ പുതിയ കാറ് വാങ്ങിക്കാൻ പോയാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു 50,000 രൂപയാണ് നമുക്ക് മാസ വരുമാനം കിട്ടുന്നത്, അല്ലെങ്കിൽ 1,00,000 രൂപയാണ് നമുക്ക് മാസ വരുമാനം കിട്ടുന്നതെങ്കിൽ, നമ്മളൊരു 7,00,000 രൂപയുടെ ഒരു കാറ് വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പുതിയ വണ്ടി വാങ്ങിക്കാനായിട്ട്, പുതിയൊരു വാഹനം വാങ്ങിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു ഒരു 7,00,000 രൂപയുടെ. അപ്പം മന്ത്ലി EMI നമ്മൾ കൊടുക്കണം. ഒരു 10,000 രൂപയുടെ അടുത്ത് നമ്മൾ മന്ത്ലി EMI കൊടുക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8 തൊട്ട് 9% വരെയാണ്. നമ്മളത് അടച്ചു തീരുമ്പോഴത്തേന് ഏകദേശം ഒരു 10,00,000 രൂപയുടെ അടുത്ത് നമുക്ക് വരുന്നുണ്ട്. 7,00,000 രൂപയുടെ കാറ് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേന് ഏകദേശം 9 തൊട്ട് 10,00,000 രൂപയുടെ അടുത്ത് വരെ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വരുന്നുണ്ട്. എന്നാൽ ആ കാറ് നമ്മളൊരു 5 വർഷത്തിന് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3,50,000 രൂപ, മാക്സിമം ഒരു 4,00,000 രൂപയായിരിക്കും ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മളത് സെയിൽ ചെയ്യാനായിട്ട് നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് നഷ്ടം തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ 10,000 രൂപ നമ്മൾ മാസം മാറ്റി വയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിൽ വേണം. മറ്റ് ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് EMI വ്യവസ്ഥയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മതിയെങ്കിൽ നിങ്ങൾ ഈ ഉദ്ദേശിച്ച അതേ വാഹനം ഒരു 5 വർഷം പഴക്കമുള്ളതാണ് ഒരു 4,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ 4,00,000 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കുമ്പം നിങ്ങളുടെ കയ്യിൽ ഈ 4,00,000 രൂപ ഒരുമിച്ചെടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കുക. കാരണം സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വാങ്ങിക്കുമ്പം അതിൽ പലിശ നിരക്ക്, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. മാക്സിമം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 4,00,000 രൂപയുടെ വാഹനമാണെങ്കിൽ നിങ്ങളൊരു 2-2.5 ലക്ഷം രൂപ നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ്, മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റിന് കൊടുക്കാൻ സാധിക്കുമോ അത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് EMI ആയിട്ട് ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തേക്കിന് കൺവേർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അധികം വരില്ല. അങ്ങനെ നമുക്ക് വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ലാഭം. ഇനിയില്ല, നിങ്ങൾ ഇപ്പം വാഹനത്തിന് അത്ര അത്യാവശ്യമില്ല, നിങ്ങൾക്ക്
കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഇപ്പോൾ EMI അടയ്ക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ എമൗണ്ട് നിങ്ങൾ ഏതെങ്കിലും SIPയിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അങ്ങനെ എന്തെങ്കിലും ഇതിലിടുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ ഒരു 5 വർഷത്തേക്കിന് EMI ആയിട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ SIP ആയിട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇടേണ്ടത് ഏകദേശം ഒരു 8-9 ലക്ഷം രൂപ 10 ലക്ഷം രൂപയുടെ അടുത്തായിട്ട് അത് വളരും ഒരു 5 വർഷം കൊണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല വാഹനം വാങ്ങിക്കാം. അപ്പോൾ ഈ പലിശ കൊടുക്കേണ്ടി വരുന്നില്ല, നിങ്ങൾക്ക് കടം വാങ്ങിക്കേണ്ടി വരുന്നില്ല, EMI ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടി വരുന്നില്ല. അപ്പം നമ്മൾ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുക. നമുക്ക് വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മുടെ ആവശ്യകത എന്താണോ അതനുസരിച്ചിട്ടുള്ള വാഹനം നമ്മൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത് നമുക്ക് താങ്ങാൻ കഴിയുന്നതാണോ ഇതിൻ്റെ EMI, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് തടച്ചു പോകാൻ സാധിക്കുന്ന ലെവലിലുള്ള EMI ആണോ അത് നോക്കിയിട്ട് ചെയ്യുക. മാക്സിമം നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കുറഞ്ഞ് കിട്ടും. അതുപോലെ EMI പീരീഡ് അത് മാക്സിമം നമ്മളൊരു കുറച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 5 വർഷത്തിൽ താഴെ അല്ലെങ്കിൽ ഒരു 3 വർഷമൊക്കെ ആണെങ്കിൽ വളരെ സ്യൂട്ടാണ്. അപ്പോൾ നമുക്ക് അധികം ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് പോകത്തില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പഴയ വാഹനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റീസ് ചെക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. നല്ലതാണോ എന്നൊക്കെ നോക്കി അതിനെ ഒരു ക്ലിയർ ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. പുതിയ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഉപയോഗവും നിങ്ങൾക്ക് അതുകൊണ്ടുള്ള നേട്ടങ്ങളും ഒക്കെ നോക്കിയിട്ട് എടുക്കുക. ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങളിപ്പം ടാക്സി ഓടിക്കാനായിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങളെടുക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയെടുക്കുക. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.